റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, അന്ന് കൃഷിഭവന്റെ പരിപാടിയിൽ പരിസ്ഥിതി ദിന പരിപാടിയിൽ തുടങ്ങിയതാണ് ഈ പ്രതിഷേധങ്ങൾ. അന്ന് CPIക്കൊപ്പം CPIM പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയില്ല. പക്ഷേ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഗവർണറെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ഭാരതാംബ ചിത്രത്തെക്കുറിച്ച് വിമർശിക്കുന്നത് നമ്മൾ കണ്ടു, തുറന്നെതിർത്ത് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിൽ CPIയുടെ പ്രതികരണം എന്താണ്? രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ടുള്ള ഇടതുപക്ഷം ഒന്നിച്ചുള്ള ഒരു പ്രതിഷേധമായിരിക്കുമോ ഇനി കാണുക? സുജയ, വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് CPI ഈ വിഷയത്തിൽ രാജ്ഭവനെതിരെ ഗുരുതര ആരോപണവുമായി അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്ഭവനെ RSSന്റെ കാര്യാലയമാക്കാനുള്ള ഒരു നീക്കമാണ് ഗവർണർ നടത്തുന്നത്. ആ നീക്കത്തിൽ നിന്ന് അടിയന്തരമായി ഗവർണർ പിന്തിരിയണം എന്നൊരാവശ്യവും ബിനോയ് വിശ്വം ഉന്നയിച്ചിരിക്കുന്നു. വിചാരധാരയല്ല, ഭരണഘടനയാണ് ഗവർണറെ നയിക്കേണ്ടതെന്ന അടിസ്ഥാന ബോധ്യം, അടിസ്ഥാന മൂല്യം കാത്തു സൂക്ഷിച്ചായിരിക്കണം ഒരു സംസ്ഥാനത്തെ ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ആ അടിസ്ഥാന കാര്യങ്ങൾ പോലും മറന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ജനങ്ങളോടും ഭരണഘടനയോടും യുദ്ധപ്രഖ്യാപനമാണ് ഗവർണർ നടത്തുന്നത്. അതുകൊണ്ടാണ് P പ്രസാദിനും വി ശിവൻകുട്ടിക്കും രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ കടുത്ത നിലപാട് തുടക്കം മുതലെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി CPMനേക്കാൾ ശക്തമായ രാജ്ഭവനും ഗവർണറിനുമെതിരെ നിലപാടെടുത്തത് CPI ആയിരുന്നു. CPIയുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നു. രാജ്ഭവനിലേക്ക് AIFന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നതടക്കമുള്ള പ്രത്യക്ഷ പരിപാടിയിലേക്ക്, പാർട്ടി പരിപാടികളിലേക്കൊക്കെ അവർ കടന്നു. ആ സമയത്ത് അത്ര രൂക്ഷമായ ഒരു പ്രതികരണമായോ പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്കോ CPIയോ DYFയോ കടന്നിരുന്നില്ല. ഇന്ന് വി ശിവൻകുട്ടിക്ക് രാജ്ഭവനിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് DYFI പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ്. മാനവീയം വീതിക്ക് നമുക്ക് ഇക്കാര്യത്തിൽ മന്ത്രി P പ്രസാദിനെ കൂടി PCR ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മന്ത്രി P പ്രസാദിന് ഇപ്പോൾ അന്ന് അദ്ദേഹം എടുത്ത നിലപാടിന്, ആ തീരുമാനത്തിനൊരു തുടർച്ചയുണ്ടാവുകയാണ്. അതേ മന്ത്രിസഭയിലെ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്ന് അദ്ദേഹം നേരിട്ട് എതിർക്കുകയാണ്, തുറന്നെതിർക്കുകയാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് പ്രതിഷേധങ്ങളാണ്. നേരത്തെ CPIയും AIYFും ഒക്കെയാണ് പ്രതിഷേധം നയിക്കുന്നത് നമ്മൾ കണ്ടത്, AISFും ഒക്കെയാണ്. എന്നാൽ DYFI അടക്കം ഇപ്പോൾ കൊടികളൊക്കെ കാണാം. റഹീസ്, പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ? മാനവീയം വീതിയിൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് തുടങ്ങുകയും ചെയ്യും. DYFIയുടെ നേതാക്കൾ ഒക്കെ ഇവിടെയുണ്ട്. ഷിജു ഖാനുണ്ട്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിലും ഇപ്പോഴും കടക്കാനാണോ DYFIയുടെ തീരുമാനം? DYFI വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട രാജ്ഭവൻ പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം ഭരണഘടനാപരമല്ലാതെ പ്രവർത്തിക്കുകയും നമ്മുടെ ഭരണഘടനാ പാരമ്പര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് RSSന്റെ പാരമ്പര്യത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശക്തമായി ഞങ്ങൾ എതിർക്കേണ്ട ഒരു സാഹചര്യമാണ്. ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയുടെ ഏറ്റവും അവസരോചിതമായ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ DYFI ശക്തമായി പിന്തുണയ്ക്കുന്നു. ഇന്നത്തെ പ്രതിഷേധം വളരെ പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ട പ്രതിഷേധമാണ്. ഓക്കെ റഹീസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. മന്ത്രി P പ്രസാദാണ് ഈ നിലപാട് ആദ്യം എടുത്തത്. അന്ന് പരിസ്ഥിതി ദിനമായിരുന്നു വേദി. ജൂൺ 4 വൈകിട്ടാണ് അദ്ദേഹത്തിന് ഈ ചിത്രം